ഈ പുഴ കടന്ന് വേണം അപ്പുറത്തേക്ക് പോകാൻ. ഈ പുഴ ഇതുവഴി പോയാൽ ഈ പുഴ കടക്കാൻ കഴിയുമെന്നാണ്. കുറച്ച് പേരൊക്കെ അതുവഴി പോയിട്ടുണ്ട്, ലോക്കൽസൊക്കെ. ആ വഴി പോയാൽ അപ്പുറത്തെ റോഡിലെത്താം എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. കുറച്ച് ചാനലുകളും അതുപോലെയുള്ള ഇവിടുത്തെ ലോക്കൽസും ഈ വഴിയാണ് ഇപ്പോൾ പുഴ കടക്കാൻ വേണ്ടി. പാല നിർമ്മാണം നടക്കുകയാണ്, പക്ഷെ അത് എത്രത്തോളം വൈകുമെന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വഴിയാണ് പുഴ കടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇത് ഈ കുത്തനെയുള്ള ഇറങ്ങി ഈ മല കയറണം. വളരെ റിസ്ക്കാണ് ഈ മല കയറി ഇറങ്ങുന്നത്. ആ പാലം ഇല്ല, വേലിപ്പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മല കടന്ന് അപ്പുറത്തേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ്. 2 മല കടക്കണം. നമുക്ക് മുന്നിലായിട്ട് ഇവിടുത്തെ പ്രദേശവാസികൾ 2-3 പേര് അവിടെ ഇറങ്ങുന്നുണ്ട്. അർജുനെ, ആ വാ. ഇതൊരു വലിയ കാടാണ്, കുന്നാണ്. ഇതാ പുഴ താഴെ കാണാം. പതിയെ ചാടിക്കോ, ഇറങ്ങിക്കോ. കുറച്ച് പേരെ NDRF സംഘവും സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പുഴ കടക്കാൻ വേണ്ടിയിട്ടൊക്കെ NDRF റോപ്പ് ഉപയോഗിച്ച് കുറച്ച് പേരെ ലോക്കൽസിനെയൊക്കെ കടത്തി വിട്ടിട്ടുണ്ട്. അർജുൻ നിരങ്ങിയാണ് ഇറങ്ങുന്നത്. വേറെ ഒരു വഴിയില്ല, നിരങ്ങി ഇറങ്ങാനല്ലാണ്ട് പറ്റില്ല. കുത്തനെയുള്ള ഇറക്കാണ്. ഒരു മല ഇറങ്ങിക്കഴിഞ്ഞു. ഈ പുഴ ഇനി കടക്കണം. ഈ പുഴ കടന്ന് അപ്പുറത്തെത്തണം. അവിടെ കുറേ മാധ്യമപ്രവർത്തകർ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഈ പുഴ കടന്ന് വേണം പോകാം. അവിടെ കുറേ മാധ്യമപ്രവർത്തകർ പോകുന്നുണ്ട്. അതിന് പിന്നാലെ നമുക്കും പോവാം. അർജുൻ്റെ പാൻറ്റൊക്കെ ഫുള്ള് ചെളിയിൽ കുളിച്ചിരിക്കുകയാണ്. ഒരുവിധം സൂക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. എങ്ങനെയും ധരാളി ഗ്രാമത്തിലെത്തുക എന്നതാണ് ലക്ഷ്യം. ഞങ്ങളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അർജുൻ പുഴ കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ പുഴ കടന്ന് വേണം ഇപ്പുറത്ത് എത്താൻ. ഞാൻ ആ പാലം വഴി കടന്നു വന്നതാണ്, പക്ഷേ അർജുൻ അത് കഴിയുന്നില്ല. അപ്പോൾ പുഴ കടക്കാമെന്നാണ് കരുതുന്നത്. കല്ല് പോകട്ടെ, കയറിപ്പോരെ. ഇതാണ് വഴി. ഇതുവഴി മുന്നോട്ട് പോവുകയാണ്. പൂർണ്ണമായും പുല്ലും പാറയൊക്കെയാണ്. ഇതിനിടയിൽ കൂടെ വേണം കയറി വരാൻ. അതല്ല, ഈ സൈഡിൽ കൂടെ കയറുക. ചവിട്ടി കയറുക. ഏത് വഴിയെങ്കിലും കയറിക്കോ, അങ്ങനെയൊന്നുമില്ല. പാറയല്ലേ, കൃത്യമായ വഴിയൊന്നുമില്ല. ഇതൊരു സ്ഥിരം നടക്കുന്ന സ്ഥലമല്ല. ഇതിപ്പോൾ ഇങ്ങനെ ക്രൈസിസ് ആയപ്പോൾ ലോക്കൽസ് ആൾക്കാർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നടന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു വഴിയാണ് 2 ദിവസം കൊണ്ട്. ഓക്കെ, മുന്നോട്ട് പോവാം. കുന്നാണ്, മൊബൈൽ വെക്കട്ടെ കേട്ടോ, ഷൂട്ടിങ് നടക്കില്ല. ഇവിടെ റിപ്പോർട്ടർ കിടക്കുകയാണ് ക്ഷീണിച്ചിട്ട്. അവിടെയാണ് പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പാലം പണി ഒന്നും ആയിട്ടില്ല. ഇതാ ഈ റോഡിലാണ് നമ്മളിപ്പോൾ എത്തുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലം കഴിഞ്ഞ് ഈ മലയിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ മുകളിലെത്തിയിരിക്കുകയാണ്. എൻ്റെ പുറകിൽ കാണാം പാലം പണി നടക്കുന്ന സ്ഥലം അവിടെയാണ്. ഇത് അർജുൻ കയറി വരുന്നുണ്ട്. അവിടെ നിന്ന് അർജുനും മറ്റൊരു റിപ്പോർട്ടറും അർജുൻ കയറി വരുന്നുണ്ട്. മുന്നോട്ട് നടക്കുക. ഇവിടെ നമ്മൾ റോഡ് എത്തി. ഈ കാണുന്നതാണ് അമ്പലം. ഈ അമ്പലത്തിൻ്റെ മുന്നിലാണ് റോഡ്. ഇങ്ങനെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട്. ചെറിയൊരു അമ്പലമാണ്. പിന്നെ കുറച്ച് ശിവലിംഗവും ഒക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായ അമ്പലം. നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. ഹർസലിലേക്കുള്ള യാത്രയാണ്. ഇനി നടന്ന് വേണം മുന്നോട്ട് പോകാൻ. ഇനി ഏകദേശം 30 കിലോമീറ്റർ ഹർസലിലേക്ക് മാത്രമുണ്ട്. പിന്നെ അവിടെ നിന്നാണ് 5 കിലോമീറ്റർ താഴാലേക്കുള്ളത്. ഇതിനിടയിൽ 2-3 സ്ഥലത്ത് കൂടി റോഡ് തകരാറുണ്ട്. അതുപോലെ റോഡിന് പുഴ എടുത്ത് പോയിട്ടുണ്ട്, ഒരു 125 മീറ്റർ ഭാഗം. അതിലൂടെ നമുക്ക് എങ്ങനെ കടക്കാൻ പറ്റുമെന്നുള്ള ചില ചിന്തകളിലാണ് ഞാനും വൈശാഖട്ടും. വൈകാതെ തന്നെ ഒരു പോംവഴി കണ്ടെത്തി നീങ്ങാനാവും. പക്ഷേ ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം എന്തായാലും വൈകാതെ പൂർത്തിയാവും. അതിനുശേഷം വണ്ടികളും കൂടെ കടത്തി വിടാൻ സാധിക്കും. ഒരു ബൈക്ക് ചേട്ടൻ അദ്ദേഹം നമ്മളെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോവാണ്. ഹർസി വരെ പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ മല കയറി നടന്നു തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ഈ ചേട്ടൻ ബൈക്കിൽ വന്നത്. നമ്മളെ സഹായിക്കുകയോ ചോദിച്ചു. പുള്ളി വണ്ടി കയറാൻ പറഞ്ഞു. എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹർഷൽ വരെയെങ്കിലും എത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതിനിടയിലും റോഡ് 2-3 സ്ഥലത്ത് തകർന്ന് കിടക്കുകയാണ്. എന്നാലും നമ്മൾ മുന്നോട്ട് പോകും. കഴിയുന്ന അത്രയും നമ്മൾ മുന്നോട്ട് പോകും. വൈശാഖ് ജയപാലിനോടൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി.